രാവിലെ തന്നെ നല്ല ഇടിച്ചു കുത്തി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പശുവൊക്കെ നിന്ന് നല്ല മഴ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് സമയം പോകുന്ന അറിയില്ല. അങ്ങനെ നേരെ ഞാൻ എന്താ അടുക്കളയിലോട്ടാണ് കേട്ടോ വന്നത്. പിന്നെ കുറച്ച് വൃത്തിയാക്കാനുണ്ടായിരുന്നേക്ക് വൃത്തിയാക്കിയതാ അടുപ്പ് കത്തിക്കാൻ തുടങ്ങുവാണ്. ആദ്യം തന്നെ കുടിക്കാനുള്ള വെള്ളവും ചായക്കുള്ളതുമാണ് കേട്ടോ വെച്ചത്. പിന്നെ ഇന്നലെ രാത്രി മടിയായതുകൊണ്ട് തന്നെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ വാരി വെച്ചില്ലായിരുന്നു കേട്ടോ. അത് തന്നെ ആദ്യമേ ചെയ്തേ. ഞാൻ എന്താ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ വെള്ളത്തിലാണ് ഞാൻ മാവ് അരച്ച് ഇറക്കി വെക്കാറ്. അങ്ങനെ ഞാൻ നേരെ വെള്ളത്തിൽ നിന്ന് മാവൊക്കെ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം മാവിലോട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ. ഇത് ഞാൻ ഇഡലിക്ക് വേണ്ടി അരച്ചായിരുന്നേ. അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവുമെന്ന് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തൊരു 20 മിനിറ്റോളം വെക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോഴത്തേന് എപ്പോഴും കിട്ടുന്നതിനെക്കാട്ടിലും ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായിട്ടാണ് കേട്ടോ ഇഡലി കിട്ടാറ്. ഇതിൻ്റെ കാര്യത്തിൽ ഞാൻ വർക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് മാറ്റി വെച്ചതിന് ശേഷം നേരെ ഞാൻ ചായ അരിച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോഴും തോരാതെ മഴ പെയ്തുകൊണ്ട് നിൽക്കുവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഇവിടെ ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഒരു 11 മണി വരെ നല്ല മഴയാണ്. പിന്നെ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന മാവിലോട്ട് കറിവേപ്പിലയും ഇഞ്ചി പച്ചമുളകും ഒക്കെ ഇട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ നല്ല മടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് മേടിച്ചുകൊണ്ട് വന്ന പച്ചക്കറി ഒന്നും മാറ്റിയിട്ടില്ലായിരുന്നേ. അതേപോലെ തന്നെ കവറിൻ്റെ അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതെല്ലാം മാറ്റി ഇഡലിക്ക് കറിയായിട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്ത് മാറ്റി ബാക്കിയെല്ലാം ഞാൻ തരം തിരിച്ച് ഫ്രിഡ്ജിൽ കയറ്റി കേട്ടോ. ആദ്യം തന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ വേവിക്കാൻ അടുപ്പത്ത് വെച്ചത്. അങ്ങനെ ആ സമയം കൊണ്ട് ഐനൂസ് ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 8:30-9 മണിയോളം ആയി കാണുവേ. ഐനൂസിന് അങ്ങനെ ഞങ്ങൾ ഡെയിലി ചായയൊന്നും കൊടുക്കാറില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ അവൾ ചോദിക്കുവാണെങ്കിൽ മാത്രം ചായ കൊടുക്കുക, അല്ലാതെ ഞങ്ങൾ നിർബന്ധിക്കാറൊന്നുമില്ല കേട്ടോ ചായ കുടിക്കാനായിട്ട്. പിന്നെ അവൾക്ക് ഇന്ന് ചായ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ചായ കൊടുത്തു. കുഞ്ഞിനെ ഒന്ന് സെറ്റാക്കി വന്നതിന് ശേഷം ഞാൻ എൻ്റെ ബാക്കി പണികളിലോട്ട് കടന്നു കേട്ടോ. ഇഡലിത്തട്ടി ആദ്യമേ തന്നെ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മാവൊക്കെ എടുത്ത് ഇഡലിത്തട്ടിൽ ഓരോന്നിലും ഒഴിച്ച് വേവിക്കാൻ വേണ്ടി വെച്ച്. അങ്ങനെ ഇഡലിക്ക് ആവി വന്നതിന് ശേഷം ഞാൻ പാത്രത്തിലോട്ട് മാറ്റിയായിരുന്നേ. അങ്ങനെ സാമ്പാറും റെഡിയായി. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങളുടെ 3 പേരുടെയും കാപ്പി കുടിയും കഴിഞ്ഞായിരുന്നു കേട്ടോ. 2 ദിവസം കൊണ്ട് മഴയായതുകൊണ്ട് അനൂസിനെ അംഗൻവാടി വിടുന്നില്ലായിരുന്നു കേട്ടോ. ഇന്നങ്ങനെ പോകണമെന്നൊക്കെ പറഞ്ഞ് നിന്നപ്പോഴത്തേന് ഇന്ന് നല്ല മഴയായിരുന്നേ. രാവിലെ തന്നെ അനൂസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും മുടിയൊക്കെ ഉണങ്ങിയപ്പോഴത്തേനും ഞാൻ നല്ലപോലെ കെട്ടിക്കൊടുത്തു കേട്ടോ. ഇന്ന് നല്ല മൂടായതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോഴേ മുടി കെട്ടാനൊക്കെ ഇരുന്ന് തന്നേ. പിന്നെ ഒരു കഴിപ്പൊട്ടും തൊട്ട് കൊടുത്തേ. ചില ദിവസങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ ഇരുന്ന് തരുന്നത്. മേക്കപ്പൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവൾ പിന്നെ അവളുടെ പാവയും കൊണ്ട് കളിക്കാനായിട്ട് ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ രാവിലത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.